ഹലോ ഗൈസ്, ഇറ്റ്സ് മീ കൃഷ്ണ രോഹിത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വാഗമൺ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ പോകുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ശരിക്കും ആലപ്പുഴയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് എല്ലാം സെറ്റായി പോകുന്നതിൻ്റെ തലേ ദിവസം മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആ ഒരു വിഷമത്തിൽ ഇരിക്കുമ്പോൾ രോഹിത്താണ് ഈ ഒരു ട്രിപ്പ് സെറ്റാക്കുന്നത്. വാഗമണിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ശരിക്കും അല്പം അഡ്വഞ്ചറൽ ആക്ടിവിറ്റീസും അല്പം കോടയും ഒക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം പോയത് ഈ ഒരു സിപ്പ് ലൈനിൽ കയറാനായിട്ടായിരുന്നു കേട്ടോ. പക്ഷേ മഴയായതുകൊണ്ട് അത് ടെമ്പററി ക്ലോസ്ഡ് ആയിരുന്നു. അതൊക്കെ തന്നെ ചെറുതായിട്ടൊന്ന് സെഡായി. ഇനി അടുത്ത ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈൻവാലി ഇതുപോലെ ക്ലോസ്ഡ് ആയിരിക്കുമോ എന്നുള്ളതായിരുന്നു അടുത്ത ടെൻഷൻ. ഇവിടെ ഞങ്ങൾ ചതിച്ചത് കോടയായിരുന്നു കേട്ടോ. ഞങ്ങൾ വരുന്നതിന് തൊട്ടടുത്ത ദിവസം വരെയും നല്ല മഴയായിരുന്നു. പക്ഷെ ഞങ്ങൾ എത്തിയ ഈ ദിവസം നോക്കിക്കാൻ നല്ല കൊട്ട വെയിലും. ഞാൻ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത്. ഞങ്ങളുടെ +2 ടൂർ ഇവിടെ ആയിരുന്നു. അങ്ങനെ എന്തായാലും കുറച്ച് നേരം പൈൻ വാലിയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ നേരെ പോയത് അഡ്വഞ്ചർ സോണിലേക്കായിരുന്നു. അഡ്വഞ്ചർ സോണിലും സെയിം അവസ്ഥ തന്നെയായിരുന്നു. മിക്ക അഡ്വഞ്ചറൽ ആക്ടിവിറ്റീസും ക്ലോസ്ഡ് ആയിരുന്നു. അവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട് സുഖിലാണ്. സുഖിലിൻ്റെ വൈഫ് അനുജയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സുഖിലിൻ്റെ അതേ അവസ്ഥയിലായിരുന്നു ഞാനും. എനിക്ക് അത്യാവശ്യം ഹൈറ്റ് പേടിയുള്ള ഒരാളായതുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ഗ്ലാസ് ബ്രിഡ്ജിന് ചെറിയൊരു കുലുക്കം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള ചേട്ടന്മാർ ഇതൊക്കെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഞാനും ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പകുതിയിൽ സ്റ്റോപ്പായി. പിന്നീട് രോഹിത്താണ് എന്നെ എഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്. പിന്നെ ഞാൻ ഓക്കെ ആയി. 5 മിനിറ്റ്സാണ് ഞങ്ങൾക്ക് അലോ ചെയ്തിട്ടുള്ള സമയം. 250 റുപ്പീസാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ചാർജ് വരുന്നത്. അപ്പോഴേക്കും നല്ല കോടയും വന്നു തുടങ്ങി. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടുമിക്ക അഡ്വഞ്ചറൽ ആക്ടിവിറ്റീസും ക്ലോസ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾ അല്പം നേരം ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് തീരുമാനിച്ചു. എല്ലാവരും ഇട്ടിരിക്കുന്ന ഈ ഒരു റെയിൻകോട്ട് മഴ പ്രതീക്ഷിച്ച് ഞങ്ങൾ മുൻകൂട്ടി വാങ്ങി വെച്ചതായിരുന്നു കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം മഴയേ ഇല്ലായിരുന്നു. ചെറിയ ചെറിയ ചാറ്റൽ മഴകളല്ലാതെ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ. കുറച്ചധികം നേരം ഞങ്ങളിവിടെ എക്സ്പ്ലോർ ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ മുന്നിൽ കണ്ട വഴിയിലൂടെ ഞങ്ങൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ അവിടെ ഞങ്ങളൊരു ഫോട്ടോ പോയിന്റ് കണ്ടെത്തി. പിന്നീട് അവിടെ ഫോട്ടോ എടുക്കലായി. പിന്നെ ഞാൻ ഇതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഈ വാഗമൺ ട്രിപ്പിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ഷോർട്സ് വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണണം കേട്ടോ. തീർത്ത് എനിക്ക് കാണിച്ചു തരുന്നത് ഏതോ ഒരു ജീവിയുടെ മാളമാണ് കേട്ടോ. മുയലിൻ്റെ മാളം എന്ന് പറഞ്ഞാണ് തീർത്ത് എനിക്കിത് കാണിച്ചു തരുന്നത്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ഈ വാഗമണിൻ്റെ ആ ഒരു ക്ലൈമറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയത്. ശരിക്കും നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു ഈ ഒരു ടോപ്പിലേക്ക് എത്തുമ്പോഴേക്കും. കുറച്ച് അധികം നേരം നടന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ മുകളിലേക്ക് എത്തിയത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ച് നടന്ന് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ പരസ്പരം ട്രോൾ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ നടന്ന് പോകാനായിട്ട്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു മഴയൊക്കെ ആയതുകൊണ്ടും ഈ ഒരു അഡ്വഞ്ചറൽ ആക്ടിവിറ്റീസ് ഒരുവിധം എല്ലാം ക്ലോസ്ഡ് ആയതുകൊണ്ടൊക്കെ തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ മാത്രമേ ഈ ടോപ്പിലേക്ക് പോകാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ല രസമായിരുന്നു ശരിക്കും. ഈ ബഹളങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തുമാത്രം എൻജോയ് ചെയ്താണ് ഈ നടന്നു പോകുന്നതെന്ന്. രോഹിത് ഇവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനും എൻ്റെ 2 അമ്മമാരും കൂടെ പുറകിൽ നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെ വെറൈറ്റി ചെടികൾ അവിടെ നിന്ന് തപ്പുമായിരുന്നു കേട്ടോ. അങ്ങനെ ആ കൂട്ടത്തിൽ എനിക്ക് അവിടെ നിന്ന് ഒരു നീല പേര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാമോന്ന് എനിക്കറിയില്ല, ആ പേരക്കയുടെ കളറും നീലയായിരിക്കും. എന്തായാലും ഞാനത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വരുന്ന വീഡിയോയിൽ ഞാനത് കാണിക്കാം കേട്ടോ. അപ്പോഴേക്കും കോടയൊക്കെ വന്ന് ആ ഒരു ക്ലൈമറ്റ് ആകെ മാറി നല്ല വൈബ് ക്ലൈമറ്റായി നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സമയം 3 മണി കഴിഞ്ഞിരുന്നു. വിശപ്പിൻ്റെ വിളികൾ വന്നു തുടങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഇത് അനോഖ്യ റിസോർട്ട് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പരുന്തുംപാറയിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ ഞങ്ങൾ കണ്ടതാണ് ഈ സിപ്പ് ലൈൻ. പക്ഷേ രാത്രി ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഫോട്ടോസ് അങ്ങനെ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ ഫോണിൽ ഞങ്ങളുടെ സ്വന്തം റിസ്കിലാണ് ഞങ്ങൾ ഈ വീഡിയോസൊക്കെ എടുത്തത്. 500 രൂപയായിരുന്നു എൻ്റെ ടിക്കറ്റ് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് 2 ആൾക്കും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.